അപ്പൊ ഞാൻ വന്നത് എന്തോന്ന് വെച്ചാൽ ഈ വരുന്ന ചിങ്ങ 1-ാം തീയതി എൻ്റെ മോളുടെ കല്യാണമാണ്. കുടുംബസമേതം വരണം. അതെന്തായാലും നന്നായി. എന്തിനാ ഇതൊക്കെ വെച്ച് താമസിപ്പിക്കുന്നേ? ഇപ്പഴാ ഓർത്തെ, മോൻ്റോടല്ലേ അവള് പഠിച്ചേ. എടാ മോനെ, നീ ഇപ്പൊ എന്തോ ചെയ്യുന്നു? ജോലിയൊക്കെ എന്തോ ആയി? ചെറുക്കൻ കേട്ടില്ല എന്തോന്ന്. എടാ മോനെ, ജോലി എന്തോ ആയെന്ന്? അവന്റെ ഊളച്ചിരി കണ്ടിട്ട് മനസ്സിലായില്ലേ? അവന് ജോലിയൊന്നും ഇല്ല. അവൻ ആകെ ചെയ്യുന്ന ജോലി തന്തേനെ മുടിപ്പിക്കുക എന്നുള്ളതാ. അത് അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അല്ലയോടാ മോനെ? ചെറുക്കണ്ടാ. നാലാളെ കാണുമ്പോ പണ്ടേ ഉള്ള ഇങ്ങർക്കിത്. നമുക്ക് ഇവനെ പിടിച്ച് കെട്ടിച്ചുകൂടാ, ചിലപ്പോ ഉത്തരവാദിത്തം വെച്ചാലും. അത് പിന്നെ വേണോടാ, ഞാൻ പറയാം. അവന് ലവ് മാരേജിനോടാ താല്പര്യം. ആയിപ്പോ എന്നാടാ, പിള്ളേർക്ക് അതാ ഇഷ്ടമെങ്കിൽ അതങ്ങ് നടത്തും. അതിനാരെതിർത്ത്? എടാ, ലവ് മാരേജ് ചെയ്യാൻ പോലും ഒരു പെണ്ണില്ല. എടാ, ജോലി ഇല്ലാത്തവന്മാർക്ക് ഇപ്പൊ ഇല്ലെന്ന്. തന്ത ഏതുകൊണ്ട് കാശുള്ളതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചു പറയില്ല എന്നുള്ള ഹുങ്ക്. ചോദിക്കാൻ വിട്ടു, ചായ എടുക്കട്ടെ? ഓ, ചായ ഒന്നും എടുക്കണ്ട. എന്നാ വേണ്ട. ഒരു വട്ടോടെ ചോദിച്ചാൽ ഞാൻ കുടിക്കും കേട്ടോ. ഞങ്ങൾ തറവാടികളാ, ഒരു വട്ടം ചോദിക്കും. വേണമെങ്കിൽ അന്നേരം പറയണം. ഇനിയിപ്പോൾ വേണ്ട അവിടെ ഇരുന്നോ. അത് അന്തസ്. നാരകള് കഴിക്കാൻ അത് ശരിയാ. ഇവിടെ വന്ന് കഴിച്ചിട്ട് പോയില്ലേ, പിന്നെ അതിനൊരു കുറച്ചിലായിരിക്കും. അതല്ല, നിങ്ങൾക്ക് കഴിക്കാൻ നേരമായി. നിങ്ങളിങ്ങനെ വന്നിരിക്കുന്നോണ്ടാ കഴിക്കാത്തതേ. അപ്പൊ മനസ്സിലായല്ലേ? തറവാടികൾ തന്നെ. ശരിയെന്നാ.